ഞാൻ എറണാകുളത്ത് എന്റെ അമ്മേനെ പറ്റിച്ചോണ്ടിരിക്കുന്ന 2 പാസ്റ്റർമാര് ഇപ്പോഴും പറ്റിച്ചോണ്ടിരിക്കുകയാണ്, പൈസ വാങ്ങിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അത് ഞാൻ പലതവണ മമ്മിയെ വാൺ ചെയ്തു, മമ്മി കേൾക്കാന്ന് ഞാൻ പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതിയും കൊടുത്തു. പൈസ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ പോലീസുകാർ വീട്ടിൽ വന്ന് അന്വേഷിച്ചിട്ട്, അത് മമ്മി കോട്ടയത്താണ്, അപ്പൊ മരങ്ങാട്ടുപള്ളി പോലീസ് സ്റ്റേഷൻ കൊടുത്താണ് പരാതി കൊടുത്തത്. അപ്പൊ അവര് വീട്ടിൽ വന്ന് അന്വേഷിച്ചപ്പോ മമ്മി പറഞ്ഞു, ഞങ്ങളുടെ ബൈബിളില് ദശാംശം കൊടുക്കണം, ശതാംശം കൊടുക്കണം, ദാനധർമ്മം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം കൊടുക്കണേന്ന് പറഞ്ഞ് മമ്മി അവരെ തിരിച്ചു പറഞ്ഞു വിട്ടു. അവര് വളരെ സന്തോഷമായിട്ട് അവര് തിരിച്ചു പോകുന്നു. നമ്മൾ കൊടുത്ത പരാതിക്ക് ഒരു വില അവർ കൊടുത്തില്ല പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യുന്നവർക്ക് ഇങ്ങനെ വിഷമിച്ചു. എന്റെ ഫാദർ മരിച്ചത് കഴിഞ്ഞ മാർച്ചിലാണ്. അപ്പൊ ഈ ഒരു മാർച്ച് 1 ആ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ മമ്മിയോട് ചോദിച്ചു, 6 ലക്ഷം രൂപ വെറുതെ ഇങ്ങനെ ഓരോ പരിപാടിക്ക് അതാ ഇത് അവർക്കാ വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞപ്പോ ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി ആർക്കാണ് എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്? അപ്പൊ അവർ പറഞ്ഞു, അത് ചാരിറ്റി പ്രവർത്തനമാണ്, ഞങ്ങൾ 2 മക്കളെ ഉള്ളൂ. അപ്പൊ എന്റെ ബ്രദർ ഒരു 10-16 വയസ്സ് തൊട്ട് സ്വല്പം ഒരു ഡിപ്രഷൻ പോലെ വന്ന് ഇപ്പൊ അത് സീസോഫ്രീനിയ എന്ന് പറഞ്ഞിട്ട് വലിയ കൂടിയ അസുഖമായിട്ട് ഭയങ്കര ട്രീറ്റ്മെന്റ് എടുത്തിട്ടും ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ അവർ ഇതേ കയറിയാണ് പിടിച്ചേക്കുന്നത്. പാസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ പൈസ കൊടുത്ത് പ്രാർത്ഥിച്ചാൽ അസുഖം മാറും, അപ്പൊ ഞങ്ങൾ അത് പ്രാർത്ഥിച്ച് മാറ്റിത്തരാം. ഇപ്പൊ 55 വയസ്സായി. നമ്മൾ ഒത്തിരി സ്ഥലത്ത് ഒത്തിരി ഡോക്ടർ 10-12 ഹോസ്പിറ്റലിൽ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, മരുന്ന് കൊടുത്ത് നല്ല കൺട്രോളിൽ സൂപ്പർവിഷനിൽ ജീവിക്കുക എന്നുള്ളത്. അമ്മയ്ക്കിപ്പം എന്റെ ബ്രദറിനെ, ഞാൻ അനീത്തിയാണ്, എനിക്ക് 53 പുള്ളിക്ക് 55 കെട്ടിക്കണം എന്നൊരൊറ്റ വിചാരമേ ഉള്ളൂ. അതിന് ഇങ്ങനെ പൈസ, അപ്പൊ ഇവര് പറഞ്ഞേക്കുന്നത് ഈ പൈസ കൊടുത്തു അസുഖം മാറും, കല്യാണം നടക്കും, പിള്ളേരുണ്ടാവും, എന്നിട്ട് അല്ലെങ്കിൽ സ്വത്ത് മുഴുവൻ അവരുടെ പേര് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ പെങ്ങള് പൈസ മുഴുവൻ അടിച്ചോണ്ട് പോകും സ്വത്ത്, അതുകൊണ്ടാണ് അവള് കല്യാണം കഴിക്കാൻ സപ്പോർട്ട് ചെയ്യാത്തതെന്ന്. ഞങ്ങൾ കാത്തലിക്സ് ആണ്. അപ്പൊ ഈ പെന്തക്കോസ് പ്രാർത്ഥനക്കാർ 2 പാസ്റ്റർമാര് കൊല്ലത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് 2 തവണ. ഈ പൈശാചികന്മാര് ഏത് ചവയിലെ ആൾക്കാരാ? അത് എനിക്ക് അറിയത്തില്ല സർ. ഇവര് കൊല്ലത്തുനിന്നാ വരുന്നത്. പേരെന്തോന്നറിയോ? പേര് എന്താണ്, ഇവളുടെ പേര് വിജയ പാണാവേലി എന്ന് പറഞ്ഞൊരു പാസ്റ്റർ, ഒരു പെണ്ണാണ്. അവളുടെ ഫോട്ടോസ് ഫേസ്ബുക്കിൽ എടുത്ത് നോക്കി, അവൾ എന്തോ ബ്യൂട്ടി പാർലർ എന്ന് നടത്തുന്ന പെണ്ണാന്നിട്ട് ഭയങ്കര മേക്കപ്പും സ്റ്റൈലും ഒക്കെ. അപ്പൊ ഒരിക്കലും ഞങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ട് വീട്ടിൽ ചെന്നപ്പം ഇവർ 2 പേരും കൂടെ, ഈ പാസ്റ്റർ ഒരു ആണുണ്ട്, ആണിനെ പറ്റി എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല. അപ്പൊ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു വേലക്കാരി പെന്തക്കോസ് പെണ്ണ് വരും, ഇവരാണ് ഈ നമ്മുടെ പ്രശ്നം കണ്ട് അതിനകത്ത് കയറി ഇത്രയും കളി കളിച്ച് ഭാഷകളാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പൊ മമ്മി എന്ത് ചെയ്താൽ ഞങ്ങൾ പറയുന്നത് എനിക്ക് വീട്ടിലെ സ്വത്ത് മുഴുവൻ അടിച്ചെടുക്കണം, അതിന് നീ ഇങ്ങനെ തടസ്സം ാണ് അവര് പ്രാർത്ഥിക്കാൻ സമ്മതിക്കാതെ. അതുപോലെ എന്നെ ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്താക്കി, എനിക്കിപ്പം വീട്ടിൽ പോകാൻ മേലാത്തൊരു അവസ്ഥ. നീ ഇവിടെ വരണ്ട, നീ കൂടെ വരുന്ന സ്വത്ത് കണ്ടിട്ടാണ്. പപ്പ ഉണ്ടായിരുന്നപ്പോ കുറെ വർഷങ്ങളായിട്ട് ഈ പ്രശ്നം ഭാഷകളായിട്ട് ഇത് പോവരുത്, പ്രാർത്ഥിക്കരുത്, പൈസ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ മമ്മി തന്നെ എല്ലാ ആഴ്ചയിലും കോട്ടയത്ത് ഇവര് പ്രാർത്ഥിക്കാൻ വരും. രാവിലെ ഒരു ഓട്ടോയും പിടിച്ച് അവിടെ പോയി പ്രാർത്ഥിച്ച് വൈകുന്നേരം തിരിച്ചു വരും, കാശും കൊടുത്ത് തിരിച്ചു വരും. 6 ലക്ഷം രൂപ ഒറ്റ കൊല്ലം കൊണ്ട് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. ഇൻകം സോഴ്സ് എന്താ അമ്മയ്ക്ക്? മമ്മിയുടെ സോഴ്സ് പപ്പയുടെ പെൻഷൻ. പപ്പ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയിരുന്നു. അപ്പൊ പപ്പ മരിക്കുന്നതോടെ വരെ പപ്പയായിരുന്നു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അവസാനം ഒരു 6 മാസം ആയപ്പോഴേക്കും പപ്പ കിടപ്പായിരുന്നു. തൊട്ട് മമ്മിയാണ് ഇത് കൈകാര്യം ചെയ്തത്. എന്നിട്ട് മമ്മിയുടെ തോന്നിവാസമാണ് മമ്മി ഇങ്ങനെ. അപ്പൊ മമ്മി നേരിട്ട് കൊടുക്കുന്ന പൈസ അല്ലാതെ കൊടുക്കുന്നു, അക്കൗണ്ട് വഴി കൊടുക്കില്ല, തെളിവല്ലേ. വേലക്കാര് വഴി, ഫ്രണ്ട്സ് വഴി, വേറെ ഓട്ടോക്കാരൻ വഴി ഒക്കെ ഗൂഗിൾ പേ, അക്കൗണ്ട് പേ എല്ലാവരും ഇടപെട്ടു. മമ്മിയുടെ വീട്ടുകാര്, പപ്പയുടെ വീട്ടുകാര്, എല്ലാവരും അച്ഛന്മാര് ഒക്കെ ഇടപെട്ടിട്ടു. 75 വയസ്സ്, അതിന്റെ ഗമയാ. എല്ലാം നല്ല ആരോഗ്യമുണ്ട്, പൈസയുണ്ട്, അതുകൊണ്ട് ആരെയും മാനിക്കില്ല. എന്നാ കണ്ടാ പറയില്ല പാവം. പോലീസുകാർ 2 പേര് വന്നു കഴിഞ്ഞപ്പം അവര് പറയും, ഈ ഒരു പാവ സ്ത്രീ അവരുടെ ഇഷ്ടത്തിന് കൊടുക്കുന്ന, അതുകൊണ്ട് നമുക്ക് തടയാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അവര് തിരിച്ചു പോന്നേക്കുന്നു. പരാതി കൊടുത്തു. ഇവര് ഈ വിധവയായ സ്ത്രീ, പ്രായമായ സ്ത്രീനെ പറ്റിച്ച് ഇവര് വീട്ടിൽ കയറുന്നിട്ട് അവര് പറയുന്നത് എന്താണെന്നറിയാം, ഇവിടെ ആ വീട്ടിൽ തറവാട്ടൻ ടീച്ചർ റബ്ബർ തോട്ടമുണ്ട്, അവിടെ ഏതോ ഒരു മാവിന്റെ ചോട്ടിൽ ഞാനും എന്റെ ഹസ്ബൻഡും പോയി തകിട് മന്ത്രം ജപിച്ച് കുഴിച്ചിട്ടിട്ടുണ്ട്. അത് എന്റെ ബ്രദറിന്റെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം അവിടെ വന്ന ഒരു പണിക്കാരനെ കൊണ്ടുവന്ന് മാന്താൻ തുടങ്ങുമ്പോഴാണ് ഞാനും ഹസ്ബൻഡ് ഇത് അറിഞ്ഞു. ഇവിടെ നിന്ന് പാലാക്കി എന്നപ്പം അവിടെ പരിപാടിയെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക. അതെ സർ, മാവിന്റെ ചോട്ട് കുടിക്കാനുള്ള പണിക്കാരനെ വരെ വിളിച്ച് റെഡി ആയിട്ട് നിൽക്കുക. അപ്പൊ ഞങ്ങൾ ചെന്ന് തടഞ്ഞു, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, ഞങ്ങൾ ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും പോലീസ് കേട്ടപ്പോ അവർക്ക് പേടിയായി. അവര് വേഗം ഇറങ്ങിപ്പോയി. അത് തൊട്ട് മമ്മിക്ക് എന്നോട് ഭയങ്കര വെറുപ്പാണ്. കാരണം ഞാൻ അത് തടഞ്ഞു, അല്ലെങ്കിൽ അവന്റെ അസുഖവും മാറി കല്യാണം നടക്കും. അപ്പം അന്ന് തൊട്ട് എന്നോടുള്ള വൈരാഗ്യം, ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് കുറ്റബോധം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ അവിടെ ഒന്ന് തടഞ്ഞത്. ഈ 2 പാസ്റ്റർമാരും തന്നെ വണ്ടിയിലാണ് വന്നത്, അവരിറങ്ങി ഓടി. അപ്പൊ ഞാൻ അപ്പം തൊട്ട് ഇവരെ പറ്റി ഇങ്ങനെ ഫോളോ ചെയ്യുമ്പോഴാണ് ഈ സ്ത്രീ വെറുതെ കാശുണ്ടാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പൊ എല്ലാ മാസവും 7-ാം തീയതിക്കുള്ളിൽ അവർക്ക് ഏതാണ്ട് വാടക കൊടുക്കണം എന്ന് പറഞ്ഞ് 3000 രൂപ വെച്ച് കൃത്യമായിട്ട് അയച്ചു കൊടുക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവള് വിളിക്കും, അതനുസരിച്ച് 7000, 5000 വെച്ച് ഇങ്ങനെ പലര് വഴി ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. അത് അവിടുത്തെ ഓട്ടോക്കാര്, അവിടെ ഒരു
ATM നടത്തുന്ന ഒരു കൗണ്ടർ നടത്തുന്ന ആൾക്കാർ ഇവരൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ ബാങ്ക് ട്രാൻസാക്ഷൻസ് എടുത്ത് നോക്കിയപ്പോൾ നല്ല 20,000 30,000 രൂപയൊക്കെ വെച്ച് ഇങ്ങനെ ഓരോ ആഴ്ചയും മമ്മി എടുക്കാം. മമ്മിക്ക് അതിന്റെ ആവശ്യമില്ല. മമ്മി ഒരു വേലക്കാരി മാത്രമേ വീട്ടിലുള്ളൂ, ചെലവൊന്നുമില്ല. അവള് സുഖിച്ച് ജീവിക്കുക. പാവ ഇവിടെ കിടന്ന് ഉള്ള പപ്പ ഉണ്ടാക്കിയ പൈസ മുഴുവൻ അവൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ എതിർത്തതാ. എന്നിട്ടും മമ്മിക്ക് ഒരു പേടിയില്ല. എനിക്ക് ഒരു കൊല്ലമായിട്ട് എന്റെ മനസ്സിന് ഇത് വല്ലാണ്ട്, കാരണം എന്റെ ബ്രദറിന് സുഖമില്ല. അവന് ജീവിക്കണമെങ്കിൽ ഈ പൈസ സൂക്ഷിച്ചു വെക്കേണ്ടതല്ലേ. അവന് ജോലി ചെയ്ത് ജീവിക്കാൻ കുഴപ്പമില്ല, അവനൊന്നും അറിയുന്നുമില്ല. ഇപ്പൊ പപ്പ വിൽപത്രം എഴുതാതെയാണ് മരിച്ചു പോയത്. പപ്പായ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം മോന് സുഖമില്ല, ഭാര്യയ്ക്ക് ഈ തോന്നിവാസം. അതുകൊണ്ട് വക്കീലിനെ ഒരു കൺസൾട്ട് ചെയ്തപ്പോൾ ഒരു 5 വർഷം പപ്പ വക്കീലിനെ കൺസൾട്ട് ചെയ്തു. വക്കീല് പറഞ്ഞു, അമ്മയും മോനും ഇങ്ങനെ ഒരു അവസ്ഥയായതുകൊണ്ട് അവരുടെ പേരിലേക്ക് എഴുതണ്ട, എന്റെ മേൽനോട്ടത്തില് കാര്യങ്ങൾ നടത്തട്ടെ, അവരുടെ കാലശേഷം എന്താന്ന് വെച്ചാൽ ചെയ്യാവുന്ന പോലെ ആക്കാന്ന് പറഞ്ഞപ്പോൾ മമ്മി സമ്മതിക്കില്ല. അവൾക്ക് ഒന്നും കൊടുക്കരുത്, അവളെ ഒന്നും ഇതിനകത്ത് ഇടപെടുത്താൻ പാടില്ല, ഞങ്ങൾ ചെയ്തോളും പറഞ്ഞ് വിൽപത്രം എഴുതാതെ മരിച്ചുപോയി. എത്ര ഏക്കർ സ്ഥലവും സ്വത്തൊക്കെ ഉണ്ട് അവിടെ? സ്വത്ത് 3 ഏക്കറേ ഉള്ളൂ കേട്ടോ. 3 ഏക്കർ, പിന്നെ പപ്പായുടെ പെൻഷൻ. അപ്പൊ ഇപ്പൊ മമ്മി അവിടെ ഉള്ള എല്ലാവരും പറയാം, അവള് എന്റെ കാര്യങ്ങൾ ഇടപെടാൻ വന്നേക്കുന്നു, അവൾക്ക് ഇത് മുഴുവൻ വേണം, ഞാനാണ് ഇതിന്റെ അധികാരി, ഞാനാണ് ഇവിടുത്തെ കുടുംബനാഥ, അവൾ എന്തിനകത്ത് ഇടപെടും, ഇത് എന്റെ ഭർത്താവിന്റെ കാശ്. ഞാൻ പറയും, മമ്മി മാത്രമുള്ളെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, എന്തും ആയിക്കോട്ടെ, പക്ഷെ ഇനി ഒരു മകനും കൂടി ഉണ്ട്, 55 വയസ്സുള്ള, എത്ര വർഷം ഇനി ജീവിക്കാണ്ട്. അപ്പൊ പറയാം, ആദ്യം ഞാൻ നോക്കിക്കോളാം, നീ ഇതിനകത്ത് ഇടപെടാന്ന് പറഞ്ഞിട്ട് വെറുതെ പൈസ. എനിക്ക് ഏറ്റവും സങ്കടം അതല്ല. പപ്പ മരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറയും, മമ്മി ഞങ്ങളുടെ പോരും, മോൻ ചങ്ങനാശ്ശേരിയിൽ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ട് നമ്മൾ ആക്കി, നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഇറങ്ങി നടക്കാം. അവനിങ്ങനെ സംശയം. പപ്പ മരിച്ചപ്പോൾ അത് ഇച്ചിരി കൂടെ അഗ്രഗേറ്റ് ചെയ്തു. അപ്പൊ അവൻ അവിടെ ആയതുകൊണ്ട് മമ്മി ഇങ്ങനെ പോരും, നമുക്ക് ഇടയ്ക്ക് നാട്ടിൽ വരാം, ഇടയ്ക്ക് എറണാകുളത്ത് വന്നിരിക്കും. എന്ത് ചെയ്ത വരികയല്ല. കാരണം ഈ പെണ്ണ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഇപ്പോൾ ഉള്ള വേലക്കാരിയുടെ മമ്മീനെ വിഷം തന്ന് കൊല്ലും, അതുകൊണ്ട് പോകരുതെന്ന്. അവളുടെ ഉദ്ദേശം ഇതാണ്. അവളുടെ ഫോൺ വിളി, കാശിന്റെ ട്രാൻസാക്ഷൻ, പിന്നെ അവൾ ഫോൺ വിളിച്ചടക്കി വെള്ളം വെഞ്ചരിക്കും, എണ്ണ വെഞ്ചരിക്കും. ഏത് ഫോണിൽ കൂടെ മമ്മിയോട് പറയും കപ്പിൽ വെള്ളം എടുക്കാം. ഇത് ഞാൻ കുറെ വർഷങ്ങളായിട്ട് കാണുന്ന. എണ്ണ എടുക്കും, എന്നിട്ട് അവൾ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ച് അത് വെഞ്ചരിക്കും. എന്നിട്ട് ഈ പപ്പ അവസാനം ഇപ്പൊ ബെഡ് സോറായി കിടന്ന് അവിടെ കൊണ്ട് ഈ വെള്ളം തീർക്കും. ഇൻഫെക്ഷൻ അടിച്ച് മുഴുവൻ ബെഡ് സോർ. ഷുഗർ ഉണ്ടായിരുന്നു കേട്ടോ. മുറിവുണങ്ങും, ഇത്രയ്ക്കും ബോധം ഈ സ്ത്രീക്കുള്ളൂ. എന്നിട്ട് ഇപ്പം സുഖമായല്ലോ, എല്ലാം സ്വാതന്ത്ര്യം, ഇനിയിപ്പോ ആരും ഇല്ലല്ലോ തടയാൻ. സുഖമായിട്ട് ജീവിക്കും ഒരു വേലക്കാരി. ആര് പറഞ്ഞാലും അവർ കേൾക്കില്ല. ആരോഗ്യത്തിന് പ്രശ്നമില്ല, എല്ലാ കാര്യവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ആരെയും വകവയ്ക്കില്ല. അപ്പൊ എന്റെ വീട്ടിൽ വന്നാൽ ഞാൻ മമ്മീനെ കൊല്ലും, സ്വത്തടിച്ചു മാറ്റും. അതുകൊണ്ട് പോകരുത്. അവളുടെ വേല നോക്കിക്കേ. മമ്മി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പിന്നെ അവളുടെ കളി നടക്കില്ല. അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുക പുള്ളിക്കാരത്തി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.